ഒരു പുതിയ വീഡിയോ പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ലളിതാ സഹസ്രനാമം നമ്മളിൽ പലരും പതിവായി വായിക്കുന്നവരായിരിക്കാം. ഏതു കാര്യത്തെക്കുറിച്ചും കൂടുതൽ അറിയുവാനും മനസ്സിലാക്കാനുമുള്ള ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ ശ്ലോകങ്ങളും മന്ത്രങ്ങളും ചൊല്ലുമ്പോൾ അവയുടെ അർത്ഥവും സന്ദർഭവും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ ഭംഗിയോടെ ചൊല്ലുന്നതിന് നമുക്ക് സാധിക്കും. കുറച്ചു പേർക്കെങ്കിലും ലളിതാ സഹസ്രനാമം പഠിപ്പിച്ചു കൊടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അവരെല്ലാം അർത്ഥം കൂടി പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്നാവശ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ പരമ്പര തുടങ്ങുവാൻ ആലോചിച്ചത്. 1-2 വീഡിയോകളിൽ ഒതുക്കുവാനാകാത്തതാണ് ലളിതാ സഹസ്രനാമങ്ങളുടെ അർത്ഥവും സന്ദർഭവും. എന്നാൽ കഴിയുന്നത് പോലെ സരളമായി ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥവും സന്ദർഭവും വിവരിച്ചു തരാൻ ശ്രമിക്കാം. ആദ്യമായി ലളിതാ സഹസ്രനാമം എങ്ങനെ ഉണ്ടായി എന്നറിയണ്ടേ? 18 പുരാണങ്ങളിൽ ഒന്നായ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിൽ ഹയഗ്രീവനും അഗസ്ത്യ മഹർഷിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ലളിതാ സഹസ്രനാമം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ തന്നെ അവതാരമായ ഹയഗ്രീവനും അഗസ്ത്യ മഹർഷിയും തമ്മിലുള്ള സംഭാഷണത്തിൽ മഹർഷിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന രൂപത്തിലാണ് ലളിതാ സഹസ്രനാമം ഹയഗ്രീവൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. സർവാഭീഷ്ടദായകമാണ് ലളിതാ സഹസ്രനാമം എന്നാണ് പറയപ്പെടുന്നത്. ലളിതാ ത്രിപുരസുന്ദരിയുടെ 1000 നാമങ്ങളിലൂടെയുള്ള വർണ്ണനയും വിശേഷണവുമാണ് ലളിതാ സഹസ്രനാമം. ഭണ്ഡാസുരന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഇന്ദ്രദേവനും ദേവന്മാരും ദേവിയെ ഉപാസിച്ച് ഒരു യജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ അഗ്നികുണ്ഡത്തിൽ നിന്ന് പൊന്തി വന്ന ദേവി ചൈതന്യത്തെയാണ് ലളിതാ സഹസ്രനാമത്തിൽ വിവരിക്കുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ഉപക്രമം, അതായത് പൂർവഭാഗം, സഹസ്രനാമം, ഫലശ്രുതി എന്നിങ്ങനെ 3 അധ്യായങ്ങളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 3 അധ്യായങ്ങളിൽ രണ്ടാമത്തെ അധ്യായമായ സഹസ്രനാമം മാത്രമേ സാധാരണ പാരായണം ചെയ്യാറുള്ളൂ. എന്നാലും ക്രമത്തിൽ 3 അധ്യായങ്ങളും പാരായണം ചെയ്യുന്ന രീതിയാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പാരായണമായി സാമ്പ്രദായികന്മാർ അംഗീകരിച്ചിരിക്കുന്നത്. അതിനാൽ സ്തോത്രപാരായണത്തിൻ്റെ പൂർണ്ണതയ്ക്കു വേണ്ടി മറ്റ് 2 അധ്യായങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രഹസ്യനാമ സഹസ്രകം എന്നു പേരുള്ള ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യേണ്ട ശരിയായ രീതി. KA സുബ്രഹ്മണ്യ അയ്യർ തയ്യാറാക്കിയ ബ്രഹ്മവിദ്യ വ്യാഖ്യാനം എന്ന പുസ്തകത്തിന് അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. നമുക്ക് ഓരോ നാമവും അതിൻ്റെ അർത്ഥവും സന്ദർഭവും മനസ്സിലാക്കി ലളിതാ സഹസ്രനാമം പഠിക്കാം. ദേവി നമ്മെ അനുഗ്രഹിക്കട്ടെ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപദ്മാം വരാംഗീം. സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിഭിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ആദ്യത്തെ ശ്ലോകം. ഓം ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡസംഭൂത ദേവകാര്യസമുദ്യത. യാഗകുണ്ഡത്തിൽ നിന്നും ഉയർന്നു വരുന്ന ദേവീ ചൈതന്യത്തെ
ഈ ശ്ലോകത്തിൽ പറയുന്നു. ഓം എന്നത് ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന പ്രണവമന്ത്രമാണ്. ഏത് ശ്ലോകവും മന്ത്രവും ചൊല്ലുന്നതിന് മുൻപ് ഓം ചേർത്ത് തുടങ്ങുന്നത് ത്രിമൂർത്തികളെ ധ്യാനിക്കുന്നതിന് തുല്യമായി കണക്കാക്കുന്നു. ശ്രീ എന്ന വാക്ക് പവിത്രമായതിനെയെല്ലാം ശ്രീ ചേർത്ത് ഉച്ചരിക്കുന്നത് സാധാരണയാണ്. ശ്രീ എന്ന പദത്തിന് ലക്ഷ്മി, സരസ്വതി തുടങ്ങി അനവധി അർത്ഥങ്ങളും പറയപ്പെടുന്നു. ഇനി മാതാ എന്ന വാക്ക്. മാതാവ്, ജനനി തുടങ്ങി പല അർത്ഥങ്ങളുണ്ട് മാതാ എന്ന വാക്കിന്. ശ്രീമാത എന്നതുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ അമ്മ എന്ന് മനസ്സിലാക്കാം. ഈ ശ്ലോകത്തിൽ ശ്രീമാത എന്നാൽ രുദ്രന്റെ പത്നി രുദ്രാണിയെ അല്ല പ്രതിപാദിക്കുന്നത്. ദേവിമാരായ ലക്ഷ്മിക്കും സരസ്വതിക്കും തുല്യമാണ് രുദ്രാണിയും. അതുകൊണ്ട് ശ്രീമാത എന്നതിനെ ശ്രീയുടെ മാതാവ് എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. അതുകൊണ്ട് തന്നെ ശ്രീമാത എന്നാൽ ലക്ഷ്മി, സരസ്വതി എന്നിവരുടെ മാതാവ് അല്ലെങ്കിൽ ജനനി എന്ന് മനസ്സിലാക്കാം. ശ്രീ മഹാരാജ്ഞി. ശ്രീ മഹാരാജ്ഞി എന്നാൽ എല്ലാ രാജ്ഞിമാരെയും ഭരിക്കുന്ന രാജ്ഞി എന്ന് പറയാം. രാജ്ഞി എന്നാൽ രാജാവിൻ്റെ പത്നിയുമാണ്. രാജ്ഞി എന്നാൽ രാജ്യം ഭരിക്കുന്നവൾ എന്നും പറയാം. ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ ഭരിക്കുന്ന രാജരാജേശ്വരിയെയാണ് ശ്രീ മഹാരാജ്ഞി എന്ന പദം കൊണ്ട് ഇവിടെ കാണിക്കുന്നത്. മാതാവ് എന്ന വാക്ക് സൃഷ്ടിയെയും മഹാരാജ്ഞി എന്ന വാക്ക് സ്ഥിതിയെയും പ്രതിനിധീകരിക്കുന്നു. ശ്രീമദ് സിംഹാസനേശ്വരി. ശ്രീ ചൊരിയുന്ന രാജാസനത്തിന്റെ നായിക, സിംഹത്തെ വാഹനമാക്കിയവൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും പറയാം. ഭാരതത്തിലെ രാജാക്കന്മാർ മൃഗരാജാവായ സിംഹത്തിന്റെ 4 രൂപങ്ങൾ 4 കാലുകളായിട്ടുള്ളതും ഉയരവും ഭംഗിയുമുള്ള ആസനത്തിൽ, അതായത് ഇരിപ്പിടത്തിലിരുന്നാണ് രാജ്യഭരണം നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് സിംഹാസനം എന്ന് പറയുന്നത്. കൂടാതെ ദേവി സിംഹത്തെ വാഹനമാക്കിക്കൊണ്ട് മഹിഷാസുരനെ വധിച്ചതിനാൽ മഹിഷാസുരമർദിനി എന്നും സിംഹാസനേശ്വരി എന്ന പേരിലും പ്രസിദ്ധയായി. ഇനി അടുത്ത വാക്ക് ചിദഗ്നികുണ്ഡ സംഭൂത. ഇത് ജ്ഞാനമായ അഗ്നികുണ്ഡത്തിൽ അല്ലെങ്കിൽ യാഗകുണ്ഡത്തിൽ നിന്ന് പ്രത്യക്ഷമായത് എന്ന ശക്തിയെ സൂചിപ്പിക്കുന്നു. സംഭൂത എന്ന വാക്കിന് സംഭവിച്ചത്, പ്രത്യക്ഷമായത് എന്ന അർത്ഥങ്ങളുണ്ട്. ചൈതന്യ രൂപത്തിൽ നിൽക്കുന്ന ദേവിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭണ്ഡാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതായ ദേവന്മാർക്ക് മുമ്പിൽ ഇന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ട വിശിഷ്ടമായ അഗ്നികുണ്ഡത്തിൽ ഇന്ദ്രനും ദേവന്മാരും തങ്ങളുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത മാംസകഷ്ണങ്ങൾ ഹോമദ്രവ്യമായി ഹോമിച്ചപ്പോൾ പ്രസന്നയായി പ്രത്യക്ഷപ്പെട്ട ദേവി ചൈതന്യത്തെ ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദേവകാര്യസമുദ്യത. ദേവന്മാരുടെ കാര്യസാധ്യത്തിനു വേണ്ടി ഉത്ഭവിച്ചവൾ, ദേവന്മാരുടെ ശത്രു നിഗ്രഹത്തിനു വേണ്ടി ഉത്ഭവിച്ചവൾ എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ശ്ലോകം. ഉദ്യത്ഭാനുസഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല. ഉദ്യത്ഭാനുസഹസ്രാഭ എന്ന വാക്ക് ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുമ്പോഴുള്ള ശോഭയോട് കൂടിയവൾ എന്നാണ് ഇതിനർത്ഥം. ചതുർബാഹു സമന്വിത, 4 തൃക്കൈകളോട് കൂടിയവളാണ് ദേവി എന്ന് പറയുന്നു. രാഗസ്വരൂപ പാശാഠ്യ, ആശകളുടെ അതായത് രാഗത്തിന്റെ രൂപമാകുന്ന കയർ കയ്യിലേന്തിയവൾ, ധരിച്ചവൾ എന്ന് പറയാം. ദേവി തന്റെ ഇടതുവശത്ത് താഴെയുള്ള കൈയിൽ ഒരു കയറിന്റെ 2 അറ്റവും കൂട്ടിച്ചേർത്ത് പിടിച്ചിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. രാഗമാകുന്ന കയറിലൂടെ ദേവി തന്റെ ഭക്തർക്ക് അവരുടെ ഉപാസനയെ വേണ്ട വിധത്തിൽ നടത്തിക്കൊടുക്കുന്നു. ക്രോധാകാരാങ്കുശോജ്വല, ദ്വേഷത്തിന്റെ പ്രതീകമായ അങ്കുശം അതായത് തോട്ടി ധരിച്ച് ഉജ്ജ്വല രൂപത്തോടെ ശോഭിച്ചു നിൽക്കുന്നവൾ എന്നർത്ഥം. വലത്തുവശത്ത് താഴെയുള്ള കൈയിൽ ദേവി ആനയെ നിയന്ത്രിക്കുന്ന തോട്ടിയാണ് ധരിച്ചിരിക്കുന്നത്. പാശം, തോട്ടി അതായത് അങ്കുശം എന്നിവ രാഗം, ദ്വേഷം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ശ്ലോകം. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. മനോരൂപേക്ഷു കോദണ്ഡ, മനസ്സാകുന്ന കരിമ്പിൻ വില്ല് ധരിച്ചവൾ എന്നാണ് ഇതിനർത്ഥം. ദേവി തന്റെ ഇടത്തുവശത്തുള്ള കൈയിൽ
മനസ്സിൻ്റെ പ്രതീകമായി കരിമ്പ് ധരിച്ചിരിക്കുന്നു. കരിമ്പിൻ്റെ സ്വതസിദ്ധമായ രസം മധുരമാണല്ലോ. പക്ഷേ ഇടയ്ക്കിടെ കമ്പുകളുള്ളതും കട്ടിയുള്ള പുറം തോലോട് കൂടിയതുമാണല്ലോ കരിമ്പ്. ഭക്തന്മാരോട് വളരെ ആർദ്രവും എന്നാൽ പാഷണ്ഡന്മാരോട് കഠിനഹൃദയവും ആണ് ദേവി എന്നത് ഇത് പ്രത്യക്ഷമായി കാണിച്ചു തരുന്നു. പഞ്ചതന്മാത്ര സായക. സായകം എന്നാൽ ശരം അല്ലെങ്കിൽ അമ്പ്. 5 തന്മാത്രകളായ പഞ്ചഭൂതങ്ങളെ, അതായത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവയെ കൊണ്ടുള്ള ശരങ്ങൾ വലത് ഭാഗത്തെ മുകളിലെ കയ്യിലേന്തിയിരിക്കുന്ന ദേവി എന്നർത്ഥം. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ദേവിയുടെ സ്വായത്തമായ, അതായത് സ്വന്തമായ ചുവന്ന ശോഭ കൊണ്ട് നിമഗ്നമായിരിക്കുന്ന ബ്രഹ്മാണ്ഡ മണ്ഡലത്തോടു കൂടിയവൾ. ദേവിയുടെ ശോഭ കൊണ്ട് ബ്രഹ്മാണ്ഡം മുഴുവൻ ചുവന്ന് കാണപ്പെടുന്നു എന്ന് സാരം. 4-ാമത്തെ ശ്ലോകം. ചമ്പകാശോക പുന്നാഗ സൗഗന്ധികലസത്കജ കുരുവിന്ദമണിശ്രേണി കനൽ കോടീരമണ്ഡിത. ചമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസത്കജ. ചമ്പകം, അശോകം, പുന്നാഗം, സൗഗന്ധികം എന്നീ പുഷ്പങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന ദേവിയുടെ തലമുടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലസത് എന്ന പദം ശോഭിക്കുക എന്നർത്ഥം വരും. കജ എന്നാൽ തലമുടി എന്നും അർത്ഥം. ദേവിയുടെ തലമുടിയിലെ അലങ്കാരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു ഇവിടെ. കുരുവിന്ദമണിശ്രേണി കനൽ കോടീര മണ്ഡിത. കോടീരം എന്നാൽ ഒരു പ്രത്യേകതരം കിരീടമാണ്. കുരുവിന്ദം എന്നാൽ പത്മരാഗം അല്ലെങ്കിൽ മാണിക്യം, റൂബി. മണ്ഡിത എന്നാൽ അലങ്കരിച്ച എന്നും പറയാം. അതായത് ശക്തിയേറിയ പത്മരാഗമണികളുടെ ഒരു കൂട്ടം കൊണ്ട് പ്രകാശിക്കുന്ന കിരീടത്താൽ അലങ്കരിക്കപ്പെട്ടവൾ എന്നർത്ഥം. ദേവിയുടെ തലയിൽ അണിഞ്ഞിരിക്കുന്ന കിരീടത്തിന്റെ വർണ്ണനയാണിത്. ഇനി 5-ാമത്തെ ശ്ലോകം. അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളികസ്ഥലശോഭിത. വിഭ്രാജിക്കുക എന്നാൽ തിളങ്ങുക എന്നർത്ഥം. ദളികസ്ഥലം എന്നാൽ നെറ്റിത്തടം എന്ന് പറയാം. യാഗകുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ദേവിയുടെ സ്വരൂപത്തെയാണ് ഈ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. തലമുടി, കിരീടം എന്നിവ കഴിഞ്ഞ് ഉയർന്നു വന്ന നെറ്റിത്തടത്തിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ശുക്ലപക്ഷത്തിലെ അഷ്ടമി തിഥിയിലെ ചന്ദ്രനെ പോലെ വിശേഷമായി ശോഭിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയവൾ എന്ന് ഈ ശ്ലോകത്തിൽ ദേവിയെ വർണ്ണിക്കുന്നു. മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. ദേവിയുടെ മുഖത്തെ തിളങ്ങുന്ന ചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള മുഖത്ത് കസ്തൂരി കൊണ്ടുള്ള തിലകമാകുന്ന കളങ്കത്തോടെ ശോഭിക്കുന്നു ദേവി എന്ന് അർത്ഥം. ചന്ദ്രനിൽ കാണുന്ന കറുത്ത പാടുകളെ ദേവിയുടെ നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന കസ്തൂരി തിലകവുമായി താരതമ്യം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളിൽ ദേവിയെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ശ്ലോകങ്ങളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി. നമുക്ക് ആ ശ്ലോകങ്ങൾ ഒരു പ്രാവശ്യം ചെല്ലാം. അത് നിങ്ങൾക്ക് വീണ്ടും കൂടെ ചെല്ലുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രകാരം ചൊല്ലി പഠിക്കുകയോ ചെയ്യാം. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യത്ഭാനുസഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാഗ സൗഗന്ധികലസത്കജ കുരുവിന്ദമണിശ്രേണി കനൽ കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. ഇനി അടുത്ത 5 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം.